ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സൂചിപ്പാറയിലേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അവിടുന്ന് പെട്രോൾ പമ്പിൽ നിന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാകുന്ന കഴിഞ്ഞ വീഡിയോയിൽ പെട്രോൾ പമ്പിലാണ് വണ്ടിയിൽ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാനും ഫ്രഷ് ആവാനൊന്നും ഞങ്ങൾക്ക് ഉള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ബ്രഷ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ അതേ ഞങ്ങൾ സൂചിപ്പാറ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ചെക്കിങ് ടൈം, റിസോർട്ട് ചെക്കിങ് ടൈം 2 മണിക്കാണ്. അപ്പോൾ അതുവരെ നമ്മൾ വണ്ടിയിൽ തന്നെ പുറത്തിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആവില്ലേ, ഉണ്ണിയും കൊണ്ടാവും നടക്കില്ല. അപ്പോൾ നമുക്കുള്ള സമയം എവിടെയെങ്കിലൊക്കെ കറങ്ങാമെന്ന് കരുതി. പ്രത്യേകിച്ച് നമ്മൾ ഇതിനൊക്കെയായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉള്ള സമയം എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് അത് എന്താ പറയുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ വെറുതെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ടൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളതിനെ കണ്ടുപിടിച്ചിട്ടാണ് ഈ സൂചിപ്പാറ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മളവിടെ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ടൈമും ആവുമല്ലോ എന്നറിയാം. അപ്പോൾ അങ്ങനെ ഇതേ വണ്ടിയിൽ പോവുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളച്ചാട്ടമല്ലേ, അപ്പോൾ നമുക്ക് തലേദിവസം അങ്ങനെ രാവിലെ എന്താ പറയുക ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളതല്ലേ, നമുക്കങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ ഒക്കെ ആകുമ്പോൾ ഒരുമാതിരി ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ വയനാട് ആയതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത, കാരണം നമുക്ക് ചൂടറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു വിയർപ്പിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അത്രയും സമയം നമ്മൾ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്ടിരുന്നാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇത് ഇവിടേക്ക് സൂചിപ്പാറയിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ഇതുണ്ട്, അതിനുള്ള സ്ഥലമുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, അധികം വെള്ളമൊന്നുമില്ല. പിന്നെ അപ്പോൾ 1 കിലോമീറ്ററിലേറെ താഴത്തേക്ക് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചേച്ചിമാർ നമ്മളെ എന്താ വെച്ചാൽ ബാഗൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. കാരണം പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കവറുകളോ കാര്യങ്ങളോ കൊണ്ടുവന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരോട് ചെക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കുണ്ട് കേട്ടോ, 1-2 സ്ഥലങ്ങളിൽ അതുപോലെ ഇങ്ങനെ അവരുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ അടുത്താണെങ്കിൽ ബാഗിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മോൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. കാരണം രാവിലെ അവനക്ക് കുറുക്ക് കൊടുക്കുന്നതിന് പകരം ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു സമയത്തൊന്നും കുറുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരോട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പൊട്ടിക്കാത്തങ്ങനെ ഇരിക്കണ്ടപ്പോൾ കുട്ടിക്കാണെന്ന് പറഞ്ഞു, 1-2 എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കാരണം പിന്നെ അവരെന്താ വേസ്റ്റ് കളയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആരും കാണണ്ടട്ടാന്നും പറഞ്ഞു. കാരണം ആരും കാണണ്ടെന്ന് പറഞ്ഞതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, നമ്മളിത് കഴിക്കുകയാണോ നമുക്കാണോ കഴിക്കുന്നത്. അപ്പോൾ ഇത് എടുത്തിട്ട് മറ്റുള്ളവരെ അലോഡ് ചെയ്യാതെ നമ്മളെ മാത്രം ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവർ സമ്മതിച്ചെൻ്റെ കുട്ടിക്ക് കണ്ടെന്ന് എടുത്ത കാരണം പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കളയില്ല എന്നുള്ള അവർക്ക് ഉറപ്പുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അത് എടുത്ത് കളഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ്. നിങ്ങളുടെ താഴത്തേക്ക് നന്നായിട്ട് ഇറക്കുന്നുണ്ട്. എനിക്ക് 1 കിലോമീറ്റർ എന്ന് അവർ പറഞ്ഞെങ്കിലും കൂടി അതിനേക്കാളും കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിരപ്പള്ളിയിൽ ഇതുപോലെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടോ എന്നുള്ള ധൈര്യത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ അതിനേക്കാളും എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അങ്ങോട്ട് ഇറക്കാനൊക്കെ ആയിട്ട് കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം ഇത്ര ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ആയില്ലേ ഇപ്പോൾ പോയിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിയെ അവരെടുക്കണോണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല കേട്ടോ. ഞാനങ്ങനെ എടുത്തിട്ടില്ല. നടക്കുമ്പോൾ ഒന്നും ഞാനങ്ങനെ വല്ലാണ്ട് എടുത്തിട്ടില്ല. ഇവർ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ മേടിക്കുമ്പോൾ എന്നല്ലാണ്ട് ഇവർ 3 പേരുണ്ടായിരുന്നു ഉണ്ണിനെ മാറി മാറി എടുത്തിരുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വെള്ളം എന്ന് പറയുന്നത് വളരെ കുറച്ച് വെള്ളമുള്ളൂ. പക്ഷേ ഒരു സൈഡിൽ നന്നായിട്ട് വെള്ളം ചാടി വരുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്താണ് ഇങ്ങനത്തെ സ്ഥലത്ത് പോവേണ്ടത്. കാരണം നമുക്ക് വെള്ളത്തിൽ കുളിക്കാനായിട്ട് ഈ സമയത്തൊക്കെ പോവാണ് ബെറ്റർ. കാരണം നല്ല മഴക്കാലത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് അതിരപ്പള്ളിയിൽ. ഭയങ്കര വെള്ളച്ചാട്ടമായിരിക്കുമല്ലേ, നമുക്കതിലൊന്നും നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കില്ല അവർ. ഒന്ന് കുറച്ചും കൂടി അടുത്തടുത്ത് പോയിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് അടുത്തേക്ക് പോകുമ്പോഴും അവർ സമ്മതിക്കില്ല, അങ്ങോട്ട് പോകില്ല. കാരണം അത്രയും പെട്ടെന്നായിരിക്കില്ല, ഇതിലൊക്കെ പെട്ടെന്നായിരിക്കും വെള്ളം കൂടുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആയിക്കൂടെ മഴക്കാലമാകുമ്പോൾ ഭയങ്കര ഡേഞ്ചറല്ല. അപ്പോൾ അങ്ങനെയൊന്നും, പക്ഷെ കാണാൻ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഇത് മാത്രമാണ്. മഴക്കാലത്ത് ഇതിലിങ്ങനെ ഇറങ്ങി കുളിക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ ഈ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുളിക്കാനൊക്കെ അനുവദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ ചെക്കന്മാരൊക്കെ വന്നുകൊണ്ട് ഇവർ മുത്തും മോനൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർ ഈ ചെക്കന്മാർ ഇറങ്ങണേ മുന്നേ മോളെ ഇവർ കൊണ്ടുപോയിട്ട് ഇതുപോലെ അതിൻ്റെ വീട്ടിലൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. പിന്നെ ഇവർ വന്നപ്പോൾ വേഗം ഇപ്പുറത്തേക്ക് ആക്കി ചെയ്തു. ഞാൻ
ഇപ്പുറത്ത് വെള്ളമുള്ളടത്ത് ജസ്റ്റ് ഒരു ഹാഫ് വരെ ഇറങ്ങുകയും ചെയ്തത്. കാരണം എൻ്റെ കയ്യിൽ ഉണ്ണി ഉണ്ടല്ലോ, അവൻ വെള്ളമാണെങ്കിൽ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഉണ്ണിക്ക് അത്ര തണുപ്പാകുമ്പോൾ അവൻ കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. ഒരു ഹാഫ് വരെ ഇങ്ങനെ ഇറങ്ങിയാണ്, അവനെടുക്കുമ്പോൾ നനയാത്ത രീതിയിലുള്ള അത്രയും ഞാൻ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. പോരുമ്പോൾ ഇത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചു. കാരണം തേയിലയുടെ ഉള്ളിൽ ഇറങ്ങിയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഹൈറ്റിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളൊരു ഏരിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് കണ്ടത് അത്യാവശ്യം ഇറങ്ങാനായിട്ടുള്ള ഒരു സ്പേസും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ള കുട്ടികൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. നല്ല അടിപൊളിയായിരുന്നു. കുറേ പ്രാവശ്യം സത്യം പറഞ്ഞാൽ വയനാട് പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലുള്ളപ്പോൾ 2-3 മാസം ഞാൻ വയനാട് തന്നെ സ്ഥിരമായിട്ട് അവിടെ തന്നെ ആയിരുന്നു. കുറേ പ്രാവശ്യം ഇങ്ങനെ ഓരോ ഭാഗത്ത് പോയിട്ടും തേയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, പിന്നെയും കാണാൻ തോന്നും. അത്രയും നല്ല വ്യൂ ആണ്. പിന്നെ അതുപോലെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും ചൂടത്ത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണ്ടല്ലോ, അവിടെ എന്തൊരിതാണ്. ശരിക്കും നമുക്ക് ഈ ചൂടിൻ്റെ ഹ്യൂമിഡിറ്റി അറിയുന്നില്ല. ഉച്ച സമയം ഇപ്പോൾ ഈ ഞങ്ങൾ ഇറങ്ങിയിരിക്കണപ്പോൾ ഉച്ച സമയം, എന്നിട്ട് കൂടി ഞങ്ങൾക്കൊരു ഒരു ഹ്യൂമിഡിറ്റി ഇല്ല നമുക്ക്. അത്രയും നല്ലൊരു ക്ലൈമറ്റ്. വെള്ളമാണെങ്കിലോ ഭയങ്കര തണുപ്പും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതല്ലേ ഒരു ഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ കുളിച്ചില്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നില്ല. അത്രയ്ക്കും നല്ലത്. ഇവിടെ വന്നിട്ടായിരുന്നു വിറ്റ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ മുത്ത് പറയുന്നത് വയനാട്ടിൽ തന്നെ തിരിച്ചു പോയിട്ട് ചൂട് സഹിക്കാൻ വയ്യാന്ന്. കാരണം അത്രയും ഇത് നമുക്ക് ഒരു ഇത് തോന്നും. പോയവർക്കൊക്കെ മനസ്സിലാവും എന്തായാലും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഫോട്ടോസ് എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 മണിക്കല്ലേ ചെക്കിങ്. അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് വേണം വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സൊക്കെ വല്ലതും മേടിക്കണമെങ്കിൽ മേടിച്ചോന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളിലേക്ക് അങ്ങോട്ട് പിന്നെ അവിടെ ഷോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഈ നെയ്ച്ചോറ് തന്നെ ചിക്കനും ഒക്കെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എന്തോ ഇറിറ്റേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെറുംചോറ് കിട്ടുന്ന സ്ഥലം മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുംചോറ് കഴിക്കാനായിട്ട് നോക്കിയിട്ട് വെറുംചോറ് ഇട്ടാണ് കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ വന്നിട്ട് ഇതുവരെ വണ്ടിയിൽ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനുള്ളിൽ ഓഫ് റോഡാണ്, അതിനുള്ളിലേക്ക് പോകണം. അപ്പം നമ്മളെ വണ്ടിയൊന്നും അതിനുള്ളിലേക്ക് കടത്തില്ല കേട്ടോ. ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ഓഫ് റോഡ് അത്രയും വലിയ ഇതാണ്. ശരിക്കും ഞാൻ തന്നെ വന്നപ്പോൾ വരണ്ടിയെന്നില്ല എന്ന് പറഞ്ഞു. വണ്ടി എന്നിട്ട് ഞാൻ മോനോട് ചൂടായി, എന്തിനാണ് ഈ റിസോർട്ട് എടുത്തതെന്ന് ചോദിച്ചിട്ട്. കാരണം അത്രയും നമുക്കൊരു ഇത് വണ്ടി അങ്ങനെ ചെരിഞ്ഞു വീഴുന്നൊക്കെ തോന്നും ജീപ്പൊക്കെ വരണുണ്ടാല്. അപ്പോൾ ഇതിപ്പോൾ ഓഫ് റോഡല്ല, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നല്ല റോഡാണ്. അപ്പോൾ മൊത്തം ചോദിക്കുന്നുണ്ടായിരുന്നു അവരോട്, കാറൊക്കെ പോകുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അടുത്ത് എന്തൊക്കെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് വേണ്ടി വരണതാണ്, കുറച്ച് അങ്ങോട്ട് പോയാൽ വണ്ടിയൊന്നും പോവില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അപ്പം ഞങ്ങളെ വണ്ടി അവിടെ ഇവർ തന്നെ പാർക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് അവർ ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുപോവാണ്. പിന്നെ ഉണ്ണിനൊക്കെ ഫ്രണ്ടിൽ ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ പൊടിയൊന്നും കയറില്ല, ഡോറൊക്കെ ഉണ്ണിയുള്ള കാരണം ഞങ്ങൾ ഈ വണ്ടി തന്നെ ഞങ്ങളെ കൊണ്ടുപോയത് കേട്ടോ. ചെറുതാണെന്ന് ഇൻഫൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടുന്ന് മുതലാണ് കേട്ടോ ഈ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നന്നായിട്ട് ചെറിയ വണ്ടി, എനിക്ക് തോന്നുന്നു വണ്ടി ഇപ്പം മറിയുമെന്ന് അത്രയും ഇത്. പിന്നെ നമുക്ക് സത്യം പറയാം എനിക്കൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈവർ പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് അത്ര ലെങ്ത് ഒന്നും ഇല്ലയെന്ന്. പക്ഷേ ഒരുപാട് പേര് വരുന്നത് എന്താ വെച്ചാൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി വരണമെന്ന്. കാരണം കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ കുറേ ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്ന്. ഞങ്ങൾ ഈ വണ്ടിയിൽ ഇവിടെ എത്തിയിട്ടാ. സെറ്റപ്പ് അടിപൊളി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറയും ജീവൻ കിട്ടിയതോ എന്നെ ബാക്കിയെന്ന്. കാരണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. അത്രയും ഒരു കുണ്ടും കുഴിയുള്ള ഒരു റോഡ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ എത്തിയപ്പോൾ നല്ല ആംബിയൻസ്, അടിപൊളി, നല്ല രസം, നല്ല തണുപ്പും ഫീൽ ചെയ്യുന്ന നല്ലൊരു ഏരിയ കേട്ടോ.
അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തോന്നി എടുത്ത് നന്നായിരുന്നു. വണ്ടി തന്നെ ഞാൻ എൻ്റെ മോനെ പാവം കുറേ ഞാൻ ഓരോന്ന് പറഞ്ഞു. അത്രയും നമുക്ക് പേടിയാവേ വണ്ടി മറിയോ എന്നുള്ളൊരു പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ അടിപൊളിയാട്ടോ. നമുക്കിവിടെ റൂം ഉണ്ട് 3 റൂമുണ്ട്, ഫാമിലി റൂമുണ്ട്. പിന്നെ ഈ ടെൻറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഇതായിട്ട് ഇങ്ങനെ എന്താ പറയുക ഓപ്പണായിട്ട് കുറച്ച് ഉള്ളതൊക്കെ അങ്ങനെയൊക്കെ എടുക്കണം കേട്ടോ. ഞങ്ങൾ പിന്നെ കുട്ടിയൊക്കെ നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. നമുക്ക് നല്ല ഫാമിലി റൂമുണ്ട്, പ്രത്യേകിച്ച് ചെറിയ ആളുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൂം തന്നെ എടുത്ത് ഞങ്ങൾക്ക് ചെന്നപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊരു ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ റൂമിലേക്ക് അവർ കൊണ്ടുപോവുക ചെയ്ത് കേട്ടോ. ഫുഡൊക്കെ ഓൾറെഡി ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചതാണല്ലോ. പിന്നെ അവിടെ കുറച്ച് ക്യാരംസൊക്കെ കളിക്കാനുള്ള ഒരു സമയമൊക്കെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കുട്ടികൾ ക്യാരംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പേയ്മെൻറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിത് നടക്കുക കേട്ടോ. ഞങ്ങൾ റൂമിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ വണ്ടി അവർ ഇങ്ങോട്ട് പിന്നെ ഇറക്കി കൊടുന്നിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ അവർ തന്നെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല പൊളൈറ്റായിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. നമുക്കൊക്കെ പ്രത്യേകിച്ച് കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് കെയറിങ് ആയിരുന്നു അറിയോ, എല്ലാം കൊണ്ടും എടുത്ത് പറയണം തന്നെ. അവരുടെ സ്റ്റാഫുകളുടെ ബിഹേവിയറാണ് നമുക്ക് എസ്പെഷ്യലി പറയാനുള്ളത്. അത്രയും അടിപൊളിയായിരുന്നു. ആ ഒരു ഇതിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഓഫ് റോഡിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് മറന്ന് എനിക്കൊരു ദേഷ്യമൊക്കെ വന്ന് ആ സമയത്തെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കൂളായത് അവരുടെ ഒരു പെരുമാറ്റം കൊണ്ടാണ്. അത്രയ്ക്ക് ഇതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഇതുപോലെ വെള്ളം ഭയങ്കര തണുപ്പായപ്പോൾ പിന്നെ കുളിക്കാനൊക്കെ ഒരു മടിയായി കേട്ടോ. അപ്പം പിന്നെ നമ്മൾ എന്തായാലും പൂളിൽ ഒന്ന് ഇറങ്ങാം, എന്നിട്ട് പിന്നെ അങ്ങനെയുണ്ട് കുളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് നടന്നു പോവുകയാണ്. അതാണ് ഞങ്ങൾ റൂം കേട്ടോ. ഇവിടെ ഇതിൽ 3 റൂമാണുള്ളത്. ഫാമിലി റൂം 3 അതിൽ ഞങ്ങൾ മാത്രമേ ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയൊക്കെ അവിടെ ബാച്ചിലേഴ്സ് ഉണ്ട്, പിന്നെ കോളേജിലത്തെ കുട്ടികൾ, അങ്ങനെയൊക്കെ ഗേൾസ്, അങ്ങനെ ഗേൾസും ബോയ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ബോയ്സ് ബാച്ചിലേഴ്സൊക്കെ കുറേ ടെൻറ്റിലാണ് കേട്ടോ താമസിക്കുന്നത്. എങ്ങനെയാണ് അവർ തണുത്തിട്ട് കിടക്കണമെന്നറിയില്ല, കാരണം അത്ര തണുപ്പാണ്. അപ്പോൾ ഈ ഉച്ച സമയമായാലും നമുക്ക് ആ ഒരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര തണുപ്പായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. റൂം ഇതാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിംഗിൾ റൂമാണ്. 2 ആൾക്ക് കിടക്കാൻ പറ്റിയൊരു ഫാമിലി ബെഡുണ്ട്, പിന്നെ ഒരു കബോർഡുണ്ട്, ടേബിളുണ്ട്, 2 ചെയറുണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു ടേബിളുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഒരു വാഷ്റൂമും, പിന്നെ പുറത്തേക്കുള്ള ഒരു ഡോറാണ് ഇട്ടത്. ഇത് ഓപ്പൺ ഞാൻ പറഞ്ഞാൽ ഓപ്പൺ ചെയ്യേണ്ട വല്ല പുലി ആനൊക്കെ ബാക്കിൽ കൂടെ വരുന്നു, പക്ഷേ വരില്ല കേട്ടോ. ഇതിങ്ങനെ ഈ തിണ്ട് കെട്ടിയതിൻ്റെ അപ്പുറം നന്നായിട്ട് ഇറക്കാണ്, നല്ലൊരു കുഴിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ വെള്ളം അവിടെ നിന്ന് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നു. അറ്റത്തുനിന്ന് വെള്ളം വരുന്നതൊക്കെ അതിനുള്ളിൽ കൂടെ പോവാണ്, ഭയങ്കര സൗണ്ടൊക്കെ ആവുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ പൂളിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ നിന്നിട്ട് ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഡ്രസ്സ് മാറാൻ, കാരണം ഞങ്ങൾക്കൊന്ന് ശരിക്കൊന്ന് ഉറങ്ങുകയും വേണമല്ലോ. ഇറങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ തലവേദനയും ബുദ്ധിമുട്ടൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും പൂളിലും കൂടെ ഇറങ്ങിയതിൻ്റെ ശേഷം എല്ലാവർക്കും ഒന്ന് ഉറങ്ങാം എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടാട്ടോ പൂളിലേക്ക് വന്ന്. അപ്പോൾ ഇവിടെ ചെറുതുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ, അതെല്ലാം റിസോർട്ടിലുണ്ട് തോന്നുന്നു. പിന്നെ അത് അത്യാവശ്യം നല്ല ആഴമൊക്കെ ഉള്ള ഒരു പൂളുണ്ട് കേട്ടോ. വെള്ളം അടിപൊളി തന്നെയാണ്. വെള്ളം വരുന്നത് തന്നെ ഈ മലമുകളിൽ നിന്നാണ് കേട്ടോ. അത് കാരണം വെള്ളം ഭയങ്കര തണുപ്പാണ്. മലമുകളിൽ നിന്നാണ് മൊത്തത്തിൽ ഇവിടെ യൂസ് ചെയ്യുന്ന വെള്ളമൊക്കെ എല്ലാ വെള്ളം വരുന്നത് അവിടെ നിന്നാണ്. അത് ഞാനല്ല, പിറ്റേ ദിവസം രാവിലെ ട്രെക്കിങ്ങിന് പോയപ്പോഴാണ് ഇവർ പറയുന്നത് അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. വരുന്നത് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്ക് ആക്കുകയാണെന്ന്. ഞങ്ങളൊക്കെ വിചാരിച്ച് വല്ല അങ്ങനെയൊക്കെ കിണറിൽ നിന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പോലത്തെ വെള്ളം വെള്ളമാക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. സംഭവം നല്ല കുട്ടി പേടിച്ചാ അത്രയുള്ള വെറുതെ
അതിപ്പോ ഇച്ചിറങ്ങി ഇച്ചാ പാൻ്റ് ഇറക്കാം ആൾക്കാർ കാണും. ഷർട്ട് അയച്ചിറ സമാധാനത്തിരുന്നായിരുന്നു അപ്പൊ വന്നോളൂ. അങ്ങനെ പൂളിലുള്ള കുത്തിമറിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിൽ വന്നിട്ട് കുളിച്ചിട്ട് അങ്ങനെ ചായ കുടിച്ചോട്ടോ. അപ്പോൾ ഇവർ പഴംപൊരി ചായയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ചിട്ട് നല്ല ഉറക്കം ഉറങ്ങിട്ടോ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം ഞങ്ങൾക്ക് തലേ ദിവസത്തെ വണ്ടിയിൽ ഇരുന്നിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ ശരിക്ക്. പിന്നെ സൂചിപ്പാറൊക്കെ നടന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് നല്ല ഉറക്കം വെച്ച് നല്ല സുഖമായിട്ടുള്ള ഉറക്കം ഉറങ്ങി. പിന്നെ മോന് ഉറങ്ങാണ്ട് ഇത്തിരി വാശി പിടിച്ച് കരണ്ടൊക്കെ കണ്ടപ്പോൾ അവനക്ക് ഉറങ്ങണമെങ്കിൽ തൊട്ടി വേണം കേട്ടോ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ കട്ടുമ്പോൾ എടുത്ത് കിടത്തേ കുഴപ്പമില്ല. അപ്പോൾ അത് അവർ കണ്ടപ്പോൾ അവർ ജനലുമ്പോൾ കുളത്തിരുന്ന തൊട്ടിയുടെ കമ്പിനല്ലോ അത് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പോൾ ആ തൊട്ടി തുണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പോൾ തുണിയൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ലല്ലോ ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ നല്ല നീളമുള്ള ബെഡ്ഷീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കെട്ടിയിട്ട് അവനെ കിടത്തി ഉറക്കി. അപ്പോൾ ഞങ്ങൾക്ക് റൂമിൽ ഇതുപോലെ താഴെ 2 ബെഡ് ഇട്ട് നിൽക്കുകയാണ്. അവർ 4 പേരുണ്ടല്ലോ. അപ്പോൾ ഞാനും മോനെയും കൊണ്ട് താഴെ കൊടുക്കുന്നത്, കാരണം കട്ടിൽ സൈഡൊന്നും മുട്ടിക്കാത്തതുകൊണ്ട് അവന് ചിലപ്പോൾ ഉരുണ്ടിട്ട് അങ്ങനെ താഴെ വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ താഴത്ത് കിടന്നു കേട്ടോ. അപ്പോൾ ഇവർ പിന്നെ അവർ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇവർ 3 പേരും അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ ഉണ്ണി ഉറങ്ങുന്ന കാരണം ഞാൻ പോയില്ല കേട്ടോ. ഞാനിവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുകയും ഇവിടെ നിന്നിട്ട് കാണുകയും ചെയ്തത്. അവിടെ പിന്നെ കോളേജിലെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊട്ട റൂമിൻ്റെ അടുത്ത് തന്നെ 2 റൂമുണ്ട്. അപ്പോൾ അവർ ഞങ്ങളടുത്ത് വന്നിട്ട് ചോദിച്ചു, കാരണം ഇവർ കുട്ടിയുള്ളതുകൊണ്ട് അവർ ഒച്ചയും ബഹളമൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് ആവുമോ എന്നുള്ള അറിയില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് തോന്നുന്നത് നമ്മളെ അടുത്ത് വന്ന് ചോദിച്ച്. അല്ലെങ്കിൽ അവരിപ്പോൾ നമ്മൾ റിസോർട്ടൊക്കെ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത റൂം വേറെ ആൾക്കാർ കൊടുക്കുമ്പോൾ നമ്മളിപ്പോഴത്തെ റൂമിലോടൊന്നും ചോദിക്കൊന്നുമില്ലല്ലോ. അവരത്രയും കെയർ ചെയ്തിട്ടാട്ടോ കൊണ്ടുപോയത്. എന്തായാലും സ്റ്റാഫുകൾ അത് ഞാൻ പറഞ്ഞു നല്ലൊരു ഇതായിരുന്നു സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റം. അതെടുത്ത് പറയുക തന്നെ വേണം കേട്ടോ. അത്രയും നല്ല സ്നേഹമുള്ളൊരു ടീംസ് എല്ലാവരും ഒന്നൊന്നിനും മെച്ചെന്ന് പറഞ്ഞ പോലെയാണ് അവിടെയുള്ള എല്ലാവരും. അപ്പോൾ ഞങ്ങളടുത്ത് ഒന്ന് ചോദിക്കുക, അപ്പോഴത്തെ ഇവിടെ ജെൻസിന് വേറെ ലേഡീസിന് വേറെ ആയിട്ട് 2 റൂം സെപ്പറേറ്റ് കൊടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അവർ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ, കുട്ടിക്ക് ബഹളമൊക്കെ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ അവർ കൊടുത്തത്. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒന്ന് ഉറങ്ങണ സമയത്ത് അവനക്ക് തൊട്ടിൽ വേണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ താഴത്ത് അവർ കുട്ടികൾ എടുത്ത വീഡിയോ ആണ്. ഞാൻ താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കോളേജിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ എന്ന് പറയുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവർ 2 പേരും പോയത്. മോളോട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മോളും പോയിട്ടില്ല. നല്ല കാടിൻ്റെ ഉള്ളിൽ നല്ല രസമാണെന്ന് പറയുന്നു. ഒരു അരുവികളും നല്ല ഉള്ളിലേക്ക് ഒരുപാട് ഉള്ളിലേക്ക് പോകണമെന്ന്. അപ്പോൾ ഇവർ മറ്റേ കോളേജിലെ കുട്ടികളും അവിടെ ഉള്ളവരെല്ലാവരും പിന്നെ ഇവരും കൂടി പോയിട്ടാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തും പറയുന്നുണ്ട് നിനക്കൊന്നും വരാൻ പറ്റില്ല, കാരണം അത്രയും ഇതാണ്, ഉണ്ണിനിട്ടൊന്നും നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കുട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമല്ല, കുട്ടീനായിട്ട് കയറി ഇങ്ങനെ ഇങ്ങനത്തെ ഈ പാറ കല്ലുമുള്ളിലേക്ക് ഇങ്ങനെ കയറണ്ടേ. അപ്പോൾ 2 കൈ തന്നെ എല്ലാവരും യൂസ് ചെയ്യും ഓരോ സൈഡിൽ പിടിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടീനെയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ വരാൻ നന്നായി എന്ന് പറഞ്ഞു. ഞാനെന്താ പോകാനെന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ല തണുപ്പായിരിക്കുമല്ലോ, പിന്നെ കാടിൻ്റെ ഉള്ളിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അത്രയും നല്ല തണുപ്പുണ്ടാകുമ്പോൾ ഇനി കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട, അവനക്കല്ലെങ്കിൽ പനിയോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പോകുമായിരുന്നത്. അപ്പോൾ മുത്ത് പറയണത് നീ വരാൻ നന്നായത്, കാരണം ഇത്രയും ഈ ഉരുളും വലിയ പാറക്കല്ലും കൂടെ കയറി മാറിയാലൊക്കെ ഭയങ്കര പാടായിരുന്നു.
അപ്പോൾ കുട്ടിയായിട്ട് ആർക്കായാലും ഇപ്പോൾ അവർ കുട്ടീനെ എടുത്താണെങ്കിലും അവർക്കും ശരിക്കും പോകാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ വരാറുണ്ട് നന്നായി എന്ന് പറയണം. ചെയ്യ് വരാം. ആൾക്കാരെ അടിപൊളിയാവും. ജാതി വരാലോ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഫോറസ്റ്റിലാട്ടാ വേണ്ടില്ലേ, ഞങ്ങൾ ട്രക്കിങ്ങിന് വന്നതാ. നല്ല അടിപൊളി. ഇവിടെ മഴ ഇല്ലാത്ത കാരണേ വെള്ളം അധികമില്ല, എന്നാലും കുഴപ്പമില്ല, കുറവായിട്ട് കിടക്കുന്നുണ്ട്, ഒഴുക്ക് കുറവാണ്. മേലക്കാട് ഫോറസ്റ്റ് അലൗഡ് ഇല്ല. അതേമാതിരി അങ്ങോട്ടും അതേ മേലക്കവിടെ ഫോറസ്റ്റ്, അവിടെ പിള്ളേരവിടെ നിൽക്കുന്നുണ്ടാവും. കണ്ടോ, കുറേ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞാനാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കാണ്. അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കാണ്. ഐഫോണല്ലേ. നല്ല തണുപ്പോട്ട വെള്ളം, അടിപൊളി വെള്ളം, നല്ല തണുത്ത വെള്ളം. മോൻ കഴിക്കണ്ടല്ലോ. ഇതിലൊക്കെ ഈ ചൂടുകാലത്ത് ഇതിൽ കുളിച്ചാണ്ടല്ലോ അടിപൊളിയാണ്. നമുക്ക് ഇറങ്ങിയാലോ, ഒന്ന് പൂളിൽ പോകണം. പൂളിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ലെവലായി സെറ്റായി അത് നമ്മൾ ഇനി തിരിച്ചിറങ്ങാം കേട്ടോ. തിരിച്ചങ്ങോട്ട് തന്നെ ഇറങ്ങണം. ഇവിടെ ചെറിയ ഇതിൽ കൂടെ വരുന്നത് വെള്ളം, എവിടുന്ന ഈ വെള്ളം വരുന്നതെന്ന് അറിയില്ല. ഈ ഒരു ഇത്രയും വേനൽക്കാലമായിട്ട് വെള്ളം വരുന്നുണ്ടല്ലേ. പിന്നെ ഇതാന്നൊരു ഏതിക്ക് വെള്ളം വരുന്നത് ഇതേ കൂടെ കേട്ടോ. അവിടുന്ന് മേലെ നിന്ന് അവർ വെള്ളം പൈപ്പിട്ട് വലിച്ചിട്ട് കണ്ടാ കുറേ പൈപ്പ് അവിടുന്ന് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല തണവുള്ള വെള്ളമാവും. അവർക്ക് പിന്നെ വെള്ളത്തിനൊരു പഞ്ഞുണ്ടാവില്ല, നല്ല തണവുള്ള അടിപൊളി വെള്ളമാവും.
നമ്മൾ വെള്ളത്തിൽ ഒന്ന് ചവിട്ടാൻ നോക്കണം. അയ്യോ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. അയ്യോ അടിപൊളി തണുപ്പുള്ള വെള്ളം. നല്ല സൂപ്പർ വെള്ളം. എന്താ തണുപ്പറിയോ? ഔ നല്ല ഗ്ലേസിങ് ഉള്ള വെള്ളം. നല്ല അടിപൊളി ഗ്ലേസിങ് വെള്ളം. നമ്മളിറങ്ങി വന്നാട്ടാ. ആയിക്കൂടെയാണ് നമ്മൾ ആയിക്കൂടെ അങ്ങനെ പോകും. പിന്നെ ഇതാ ഇത് വേറെ ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങാനാ. നമുക്ക് കൊണ്ട് പറ്റില്ല, നമുക്ക് അലൗഡില്ല. അങ്ങനെ അടിയിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോകും വെള്ളം. ഇല്ലേ വെള്ളം ഇങ്ങനെ ഇത് ഇവിടെ കല്ലിട്ട് വെച്ചിരിക്കുക. ഇവിടെ ഇങ്ങനെ ചാടിപ്പോവും. ഒരു വെള്ളം ഇത് ചെയ്യുന്നതാണ്. ഇവിടുന്നാണ് വെള്ളം അവർ എടുക്കുന്നത് കണ്ടല്ലേ. ഇതേ കൂടെ അവർ അല്ല വെള്ളം ഇങ്ങനെ ഇതേ കൂടെ പൈപ്പിൽ കൂടെ അവരിങ്ങനെ പിടിക്കും. എന്നിട്ട് അങ്ങനെ അവർ സ്റ്റോറേജ് ചെയ്യും. ഇതേമാതിരിയാണ് അവർ സ്റ്റോറേജ് ചെയ്യുക പൈപ്പ് വെള്ളം. അതേപോലെ ഈ പൈപ്പൊക്കെ ഇതാ അവിടെയൊക്കെ പൈപ്പ്. ഈ പൈപ്പൊക്കെ നേരെ മേലെ പോയിട്ട് ഇതേമാതിരി സ്റ്റോറേജ് ചെയ്യുക വെള്ളം. അതേമാതിരി ഇതാ ഇവിടെയും പൈപ്പ് ഇതാ. ഈ പൈപ്പൊക്കെ ഒക്കെ മേലെ നിന്ന് വെള്ളം വരുന്ന പൈപ്പുള്ള ഇതൊക്കെ. കാട്ടിനെ നടുക്കെ കുളിക്കാനാണ്. പിന്നെ ശരിക്കും അടുത്തോട്ടാണ് പോട്ടെ. എന്താ ഇവിടെ നല്ല വ്യൂവാ, നല്ല വ്യൂവാ വ്യൂ ആട്ടോ അവിടെ ഫോട്ടോ എടുക്കാൻ. കുഞ്ഞുങ്ങളുടെ കൊച്ചിപ്പോ അവിടെ വെച്ച ഷട്ടിൽ ബാറ്റിൽ കോർക്ക് പ്രവർത്തിക്കുന്നു ഗൈസ്. അതോടെ ഇത് ബാറ്റ് എടുത്തോത്താ. ബാറ്റുണ്ട് ബാറ്റ് ഇല്ല, ഇട്ടിട്ടുണ്ടായിരുന്നു. Where we are going? Where we are going? പക്ഷെ കേൾക്കാതെ ഇല്ല. ഹലോ കുട്ടി ഗ്ലാമടി പോവും, ഗ്ലാമടി പോവും. ആ കുട്ടി അങ്ങനെ കളർ കുറഞ്ഞിക്കണ്. ഷൂട്ടില്ലല്ലോ പൊന്നെ, എന്ത് ഷൂട്ടായിരുന്നേ? അതൊക്കെ കഴിച്ചതാണ് നന്നായിട്ട്. എവിടെ പിടിക്കാം?
ക്യാമറ ഇതില് ഉറപ്പല്ലേ? ഓണാക്കിയിട്ടുണ്ട്. പാത്തിയോ ചെരിപ്പൂട്ടോ ചെരുപ്പിട്ടോ റിട്ടടി ഓടുന്നുണ്ട്. റിട്ടടിക്കൂലേ? ആ അവിടെ ഇരുന്നു ഇരിക്കേ ഇത് ഓണോട് തള്ളല്ലേ ഞാൻ സെറ്റ് ആവട്ടെ. ബാക്കാണോ വണ്ടില്ലേ? ബാക്ക് തന്നെ. ഫ്രഞ്ച് വേണോ? വണ്ടി പോവാ. ആ പോവാ. പോയി കാര്യം പറയണം. ഇനി പറഞ്ഞോ അയ്യോ അടച്ചവനെ എങ്ങോട്ടാ കൂടി ദൂരമായിട്ടാ. ഓടാറില്ലല്ലോ. എങ്ങനെ വേലക്ക് ഒത്തിരിയായിട്ടുണ്ടത്. ഓക്കെ അല്ലേ ഇവിടുത്തെ? ഓ കിടപ്പോട്ടെ. അയ്യോ കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നു ഇങ്ങോട്ട്. ഓക്കെ ഇതിൽ പിടിച്ചോ. ഓക്കെ പേടിച്ച് മൂത്രമയച്ച് മൂത്രം പോയി. എന്നിട്ട് ആ മൂത്രം നികത്താൻ വേണ്ടി വെള്ളം കുടിക്കണ്. അത് ഡബിളാണ്. ഡബിള് വീഡിയോ എടുക്കണേ. കയറി ചക്കടണം വീഡിയോ എടുക്കണം. ഏതാ ജി ആ പേരക്ക പൊട്ടിക്കണോ ചക്കടണൊക്കെ വീഡിയോ എടുക്കണം. ഇതൊക്കെ അതെ ഞാൻ ഈ മടാളും വീഡിയോ ഫോണായിട്ട് ഞാൻ കയറേ ഹാളിലോരൊക്കെ എന്താ ബാക്കിൽ കണ്ടാകുന്നുണ്ട്. അപ്പൊ ഞങ്ങളങ്ങനെ അവിടുന്ന് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പതിയെ പിന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വീട് കൽപ്പറ്റ ഉണ്ടായിരുന്നു. അപ്പൊ കുറേ മുന്നേ എൻ്റെ വീഡിയോസൊക്കെ
സൈഡില്. അങ്ങനെ അവിടെ ഒക്കെ കയറി അവിടുന്ന് എന്താ പറയാ ചക്കം പരത്തിമേ പ്ലാവ് മുത്ത് കയറി. മുത്ത് പറയാ ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയാം. പ്ലാവിന്മേലൊക്കെ കയറി വീഡിയോ എടുക്കണോ? അതൊക്കെ രസമോ? അതൊക്കെ ഇതല്ലേ. അവിടെ നല്ല വലിയ കോണി ഉണ്ടായിരുന്നു. ഞാൻ കോണിന്റെ മേലെ കയറി കുത്തിപ്പിടിച്ച് കയറി. പിന്നെ പ്ലാവിന്റെ കൊമ്പിന്റെ മേലെ ചവിട്ടി ഒരു ചക്ക ഇട്ടു. ഇനിയിപ്പോ ചക്ക കിട്ടിയില്ല എന്ന് പറയണ്ട. അവിടെ പോയി കേട്ടാ മറിച്ചു പിടിക്കണോ ഇതൊക്കെ. എന്തിനപ്പോ ഒരാള് വർത്താനം പറയും. ചക്ക പിന്നെ അടിപൊളി പേരക്കും കിട്ടില്ല. അത് വെറൈറ്റി പേരക്കുണ്ട്. അത് വീട്ടിലെത്തിയിട്ട് കാണിച്ചു. നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം ഞാനവിടെ ഉള്ള കാലത്ത് അന്ന് ആ പേരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ട്, പക്ഷെ അതറിയില്ല. ഒരു സാധനം തിന്നൂല. ഉണ്ട്, കായ്ച്ചിട്ടില്ല. പിന്നെ അത് ആ മരം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊല്ലത്തിന്റെ ടൈമില് പോയ ടൈമിൽ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ മേലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല. ഞമ്മള് വന്നിട്ട് 1.5 വർഷമായി. ഞാൻ ഗൾഫിൽ പോയിട്ട് 3 വർഷം മുന്നെയാണ് ഞാൻ അവിടെ. ഇതിപ്പോ ഒന്നും കാണൂലായിരുന്നു. ഇന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണൂലായിരുന്നു. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കായ 3 വർഷം മുന്നേ ഇത് കായ്ച്ചിട്ടില്ല. സത്യമാണ്, 3 വർഷം മുന്നേ ഇത് കായ്ച്ചിട്ടില്ല. എന്നിട്ടാണ് ബൗസൊക്കെ പറഞ്ഞത് അത് കൊറേ ഉണ്ടായിരുന്നു. പറഞ്ഞുള്ളൂ, കുറെ വർഷമായിട്ട് കായ്ച്ചതെന്ന് പറഞ്ഞിട്ടില്ല. 3 വർഷം മുന്നേ ആളുള്ളപ്പോൾ ഉള്ള സംഭവം ഇപ്പൊ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. എനിക്ക് കൊടുക്കുന്നപ്പോ ഞാൻ തെറ്റ് കാണുന്ന കായ്ച്ചത്. അപ്പൊ പറയാ ഞാൻ വെച്ച് വല്ല ഇതിനൊക്കെ അങ്ങനത്തെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും അറിയും. പറിച്ച് ഞാൻ എവിടെയാണ് കാട്ടില്ല. ഏതാ ഇതിന് കൊടുക്കണ്ടേ? 10 രൂപ കൊടുക്കേണ്ടത് ഒന്നറിയാം. എന്നിട്ട് ഞാനത് കൊടുത്ത് എന്നിട്ട് അത് തിന്നല്ല. ഇന്നെ വിശ്വാസം ഞാൻ പറഞ്ഞു ഇന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തിന്നു. ഞാനൊരു സാധനം കൊല്ലാൻ ഞാനൊരു സാധനം കൊല്ലാൻ വേണ്ടി കൊടുക്കുമോ? ഞാൻ തിന്ന് ടെസ്റ്റ് അടിച്ചതിന്റെ ശേഷമാണ് കൊടുക്കുന്നത്. എന്തായാലും അടിപൊളി ഇട്ട. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ കുറെ ഉണ്ട് പൊട്ടിച്ചു തന്നു. അപ്പൊ അതൊന്നും കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് മാക്സിമം ഒക്കെ ഞാൻ ആദ്യം ഓൾക്ക് ടെസ്റ്റ് അടിക്കാൻ കൊടുത്തു. ഞാൻ എന്തേലും പറ്റാണ്ട് ഓൾക്ക് പറ്റിക്കോട്ടെ എന്നിട്ടാണ് ഞാൻ തരുന്നത്. ഒന്നും പറ്റില്ല. ആള് പല പോലെ നിന്ന് 5 മിനിറ്റ് വരെ നോക്കി. അതെ, ഞാൻ ആ കുട്ടിക്ക് പാൽ കൊടുക്കുന്നുണ്ട് കേട്ടാ. ഞാൻ എന്ത് വെച്ചാലും കുട്ടിക്ക് എഫക്ട് ചെയ്യും. ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ പുതിയ സർവന്റ് വന്നു മൈസൂരിൽ നിന്നുള്ള. ഇനി അടുത്ത ട്രിപ്പ് ആ സർവന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാരും കൂടെ പോകും. മൈസൂർ സർവനെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ് ഇട്ടാലോ, ടേസ്റ്റ് നല്ല ഫുഡ്. ചിക്കൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും വെറുച്ചോറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ചക്കടലും പരിപാടികളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് നല്ല കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം സമയം വൈകുന്നേരം എത്ര മണിയുണ്ടാവും? സമയം 5:30 6:18. വാച്ച് എടുത്താ ആ ടേബിളിന്റെ വില എല്ലാം വെച്ചിട്ടുണ്ടാവുമല്ലോ. സീറ്റ് വെച്ചിട്ടുണ്ടാ ചാവിയോ? ചാവി ഒക്കെ എടുത്തോന്നിട്ട് വാച്ച് വന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോട് പോയിട്ട് ഹൈലൈറ്റ് മാളിൽ ഇവരെല്ലാവരും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രം പോയിട്ടില്ല. ഞാൻ ഹൈലൈറ്റ് മാളിൽ പോയില്ല. ഇന്നാരും കൊണ്ടുപോയില്ല. അപ്പം ഞാൻ മറ്റേ ജീവിതം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ SP എന്ന് പറഞ്ഞാല് കഴിച്ചോളൂ. എന്നാലാണ് ജീവിതം കളറാവുള്ളത്. ഈ SP ആയാലും എന്തായാലും ഓളെ വായോട്ട് പറഞ്ഞല്ലോ. സത്യം കേട്ടാ. ഞാൻ പറയും പൈസ ഉണ്ടായിരുന്നു ഒരാളേന്നും എന്താ പറയാ ഇതാക്കാതെ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് പോകാൻ പറ്റും. അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പണ്ട് കാര്യമില്ല. ടൂറ് പോകാൻ നമ്മളങ്ങനെ ഒരു ഫാമിലി മാത്രമായിട്ട് കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ. അപ്പം എന്നെ ഇതാക്കി. പിന്നെ അതുകൊണ്ട് ഇവിടെ പോയിട്ടുണ്ടല്ല. വയനാട്ടിൽ ഇവരെ കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. ആരോട് താത്താറെ കൂടെ ഇവരൊന്നും കൊണ്ടുപോലല്ലോ. ഇവരൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യമോ? മെയ്ദിനോ ഏത്
ഇവര് ഇവിടെ പോയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ കരുതാണ് എന്തൊക്കെ കൊണ്ടാണ് അതിന് ഇവരൊക്കെ മറ്റവരെ കൂടി അവരെ കൂടിയൊക്കെ പോവാണ്. ഈ പെണ്ണിനെ കൊണ്ടുപോലേ, ഈ പെണ്ണിന് അവിടെ എടുത്ത് വാങ്ങിയോണ്ട് അതാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. പിന്നെ ഒന്നല്ല പിന്നെ ഞങ്ങള് നട പോയിട്ട്